സാരിക്കടയിൽ യവന്മാർക്കെന്ത് കാര്യം? ഹരി, ഇത് ലേറ്റസ്റ്റ് ഫാഷനാ. ഡും 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 പടത്തിൽ ജ്യോതിക ഇട്ടിരുന്ന ഡ്രസ്സാ. വല്ലവരും ഉപയോഗിച്ചല്ലാതെ പുത്തൻ ഡ്രസ്സൊന്നും ഇല്ലേ? അയ്യോ, ജ്യോതിക ഉപയോഗിച്ചാന്ന് പറയായിരുന്നു. കുറച്ച് കിഴിവുണ്ടേ. കിഴിവുണ്ടെങ്കിൽ ശരീരമെല്ലാം പുറത്ത് കാണൂലേ? അതല്ല, 20% കിഴിവുണ്ടെന്നാ പറഞ്ഞത്. എവിടെ, ഫ്രണ്ടിലോ ബാക്കിലോ? എന്ത് എടാ, കിഴിവുണ്ടെന്ന് ഓണർ തന്നെ പറയാ. നിന്റെ കിഴിക്കൽ നിർത്തി ഒന്നും മിണ്ടായിരിക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരത്ത് ഞാൻ വേറൊന്ന് കാണിക്കാം. നീ മിണ്ടരുത്. ഇത് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന പടത്തിൽ സിമ്രാൻ ഉപയോഗിച്ച സ്റ്റൈല്. അപ്പൊ സിമ്രാൻ ഇവിടെ വരാറുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പറയില്ലല്ലേ? ആ, ഇത് കൊള്ളാം. ഇതെടുക്കും. ഒരെണ്ണം മതിയോ? 1-2 വേണ്ടി വരും. ഓക്കെ. കളിയല്ല കല്യാണ സീരിയൽ 5 വരെ ഉപയോഗിച്ച പാറ്റേൺ. 5 വരെ എന്താ? ശരത്തപ്പ ഇതൊക്കെ മുടങ്ങാതെ കാണാറുണ്ടല്ലേ? പിന്നല്ലാതെ. ഈ സിനിമയും സീരിയലൊക്കെ എനിക്ക് ഭയങ്കര വീക്ക്നെസ്. എനിക്ക് നടിമാരാ വീക്ക്നെസ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്യും, ഞാൻ കൗണ്ടർ കാണാം. ഓക്കെ. അതെ, ഒരു ദിവസം ഞാൻ രഹസ്യമായിട്ട് വരാം. ഏതൊക്കെ നടിമാർ ഏതൊക്കെ ഡ്രസ്സ് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു തരണേ. ഇങ്ങോട്ട് വാടാ. എല്ലാം പുതിയ ഡിസൈനുകളാ. ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഞാൻ സെലക്ട് ചെയ്തതാ. എന്തൊരു ബോറിംഗ് കളറാ ഇത്. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും ഇഷ്ടാവില്ലെന്ന്. ഇനി ഉള്ളത് പറയാലോ. എവന്റെ സെലക്ഷനാ ഇത്. സുനന്ദയ്ക്ക് നന്നായിട്ട് ചേരും. എന്റെ സെലക്ഷൻസ് ഒന്നും പൊതുവെ തെറ്റാറില്ല. നിർബന്ധമാണെ നമുക്ക് മാറ്റി മേടിക്കാം. തൽക്കാലം വേണ്ട, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ സുനന്ദ ഒന്ന് ഡ്രസ് മാറും, ഞങ്ങളൊന്ന് നോക്കട്ടെ. അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നാ ഉദ്ദേശിച്ചത്. അല്ലടാ. ഫോൺ ഫോൺ. ഹലോ, സത്യവാൻ സാറാണോ? എന്താ സാറേ വിശേഷിച്ച്? അയ്യോ, അത് വേണ്ട സാർ. ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുക. ശരി, ഓക്കെ സാർ. എടാ, സത്യവാൻ സാർ ഇങ്ങോട്ട് വരുന്നു. എന്തിന്? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടെ അയ്യോ, ഇവന്റെ യോഗ്യതയ്ക്ക് നമ്മുടെ ഓപ്പോസിറ്റ് വീടാ നല്ലത്. ആ ഗേറ്റിൽ ചാരി നിർത്ത്. പീഡനക്കാരി സൂസന്റെ കസ്റ്റമർ ആണെന്ന് നാട്ടുകാർ വിചാരിച്ചോളാം. എന്റെ ചക്കരക്കുട്ടാ, ഒരു സേർത്തെടുക്കേ. ആ തീപ്പെട്ടി കത്തിക്ക് കത്തിക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയോ? ഇല്ലില്ലില്ല. കത്തിക്കോ കത്തിക്കോ. വലിക്കടാ. ഓക്കെ. അയ്യേ, ഇവനെന്താ സൂസന്റെ വീട്ടിന് മുമ്പിൽ കിടന്ന് പരിങ്ങുന്നത്? വൃത്തികെട്ടവൻ. എടാ നാറി, കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് നോക്കിയിരിക്കുന്നില്ല, പബ്ലിക്കായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നിനക്ക് നാണമില്ലടാ. എടാ, നിന്നോടാ ചോദിച്ചത്. നിനക്ക് എന്താ നാവില്ലേ? അവന്റെ ഒരു സിഗരറ്റ് വലി. ഞാനങ്ങനെ ഇവിടെ എത്തി സാർ. കാറ്റിൽ ഇങ്ങനെ ഒഴുകി വന്ന്. മോനെ പ്രേമ, നമ്പർ ഇറക്കല്ലേ? അയ്യോ, നമ്പർ അല്ല സാർ. സാർ എന്നെ വിശ്വസിക്കണം. അവന്മാർ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ആ പെണ്ണിന് വേണ്ടി അവന്മാർ ഡ്രസ് എടുക്കുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടാണ് സാർ. അവളോടുണ്ട് സാർ. ഇനിയും നിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കും സാർ. എനിക്ക് ഒരു അവസരം കൂടി തരണം. ലാസ്റ്റ് ചാൻസ്. ഇതും കൂടി പൊളിഞ്ഞാ പിന്നെ 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 ഒരു അവസരം കൂടി തന്നാ മതി പ്ലീസ് സാർ. സാറെന്താ കാണണമെന്ന് പറഞ്ഞത്? കാണണം, നിങ്ങളല്ല അവളെ. അങ്ങനെ ഒരു അവളില്ലെന്ന് തെളിഞ്ഞല്ലേ? നീ മിണ്ടരുത് സാറേ. സാർ അടുക്കളയിൽ പോയി നോക്ക്, ഞാൻ ബാത്റൂമിൽ നോക്കാം. അതിന്റെ പഴയ സ്വഭാവമാണല്ലോ. പരിഹാസം അടിക്കരുതേ.
ആരടാ നീ? ഞാനിവിടുത്തെ പുതിയ കുക്കറാ. നിക്കറ. നിക്കറല്ല, കുക്കർ. സാർ ബാത്റൂമിൽ നോക്കി കണ്ടില്ല. ചിലപ്പോ ഇതാര്? ഇതിവിടുത്തെ കുക്ക്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടു കാണും. ഇവൻ ഇതിനു മുമ്പ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ജോലി. അതായിരിക്കും. അപ്പൊ അവൾ എവിടെ പോയി സാർ? മേലാൽ എന്റെ കൺവട്ടത്ത് കണ്ടുപോരുത്. പാ പുറത്ത്. പൊയ്ക്കോ, അതാ നല്ലത്. ഇവനെയൊക്കെ വിശ്വസിച്ച ഞാനാ മണ്ടൻ. അതാ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. തന്റെ വാച്ച് താഴെ പോയി. നേരെ അതെ. സോറി, ഞാൻ നിങ്ങളെ വീണ്ടും അത് സാരമില്ല, ഒരു ബുൾസ എടുക്കട്ടെ. അവനടുത്തോളൂ. ഇല്ല. എന്താടാ നിന്റെ പേര്? പുഷ്കരൻ. കൊള്ളാം, നല്ല പേര്. നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇവനെ പോലുള്ള ഒരു കുക്കിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് തടവാൻ അറിയാമോ പുഷ്കര? തടവാനോ? അതെ. ഇന്നലെ മുതൽ നടുവിനൊരു ഉളുക്ക്. കുറച്ച് എണ്ണ എടുത്ത് എന്റെ ദേഹമാസകരം നീ ഒന്ന് തടവി തരണം. സാർ, ഞാൻ തടവി തരാം. അത് പറ. എനിക്ക് ഇവൻ തന്നെ തടവണം. അവനെ കൊണ്ട് തടവിച്ച കഠിന തടവ് വേറെ അനുഭവിക്കേണ്ടി വരും. നീ വല്ലതും പറഞ്ഞോ സുമുഖ? അല്ല, ഈ നടുവുളിക്കിന് കഠിനമായി തടവുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ. എന്നാ പുഷ്കരം പാ, നമുക്ക് അടുത്ത മുറിയിലേക്ക്. ഞാൻ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കും. നീ മുകളിൽ കയറിയെന്ന് മുണ്ടും മടക്കി കുത്തി ചവിട്ടി തിരുമണം. അയ്യോ, മുണ്ട് മടക്കി കുത്താൻ പറ്റില്ല. അവനെ കൊണ്ട് തടവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത്. എടാ, എടാ, കക്കാൻ പഠിച്ചാ പോരാ, നിക്കാനും പഠിക്കണം. കമ്പനി പോയ വീട് തന്നിരിക്കുന്നത് നിനക്ക് തോന്നിയ ദിവസം കാണിക്കാനല്ല. 3 പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. അങ്ങനെ ഇറങ്ങിപ്പോവാൻ ഞാനിവിടെ വലിഞ്ഞേറി വന്നതൊന്നല്ല. ഇവരെ വണ്ടി ഇടിച്ച് എന്റെ ബാഗ് നഷ്ടപ്പെട്ടു. അതിൽ 25,000 രൂപ ഉണ്ടായിരുന്നു. അതുകൂടി കിട്ടാതെ ഞാൻ ഇവിടെ നടക്കുന്ന പ്രശ്നമില്ല. വണ്ടി ഇടിച്ചാ? ഇല്ല, വണ്ടി ഇടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ 25,000 രൂപയുടെ കഥ പുതിയതാണ്. ഞാൻ സത്യം പറഞ്ഞത്. ആ പണം കിട്ടിയില്ലെങ്കിൽ സാറും സാറിന്റെ സ്റ്റാഫ്സും കൂടി ചേർന്ന് 3 ദിവസം എന്നെ കമ്പനി അവരുടെ വീട്ടിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് ഞാൻ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യും. പിന്നെന്ത് സംഭവിച്ചെന്ന് ഞാൻ പറയുന്നില്ല. മോളെ, അബദ്ധമൊന്നും കാണിക്കരുത്. മോക്കിപ്പോ എന്താ വേണ്ടത്? 25,000 രൂപ. അത്രയും മതി. ഞാൻ തരാന്ന്. ഞാൻ തന്നിരിക്കും. കൊടുക്കൂ. കൊടുക്കണമല്ലോ. സത്യം. മേളിന്നൊരു പാട്ട്. ഇതെന്താ സംഭവം? നമ്മുടെ മാക്ഡവലൻ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. കാല് നോക്ക്, കാല് നോക്ക്. ഹായ്. ഹലോ. ഹലോ. നല്ല ഡാൻസ്, നല്ല മൂവ്മെന്റ് കേട്ടോ. എക്സസൈസാ, ഫിസിയോതെറാപ്പി. പക്ഷെ ഇതുകൊണ്ടൊന്നും ശരിയാവുന്ന തോന്നുന്നില്ല. കാലിന് നല്ല വേദന. അയ്യോ പാവം, ഇതുകൊണ്ടൊന്നും ശരിയാവോന്ന് എനിക്കും തോന്നുന്നില്ല. ഇതിന് വേറെ മരുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെന്താ പെട്ടെന്നൊരു കാല് വേദന? അത് വേദന ഈ ഇടയ്ക്കിടയ്ക്കാ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് വേറെ മരുന്നുണ്ടെന്ന്. ഈ മൂവില്ലേ, മൂവ് ഓയിന്റ്മെന്റ്, അത് പച്ചവെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കാലാവി പിടിച്ചാ മതി, വേദന മൂവ് ആയിക്കോളും. അതൊന്നും വേണ്ട, ഇത് തന്നെ മാറിക്കോളും. എന്താ പെട്ടെന്നൊരു ചേഞ്ച്? ഈ കുട്ടിയുടെ അസുഖം എനിക്ക് മനസ്സിലായി. ഞാൻ പോയി വെള്ളം തിളപ്പിക്കാം. എടാ സുമുഖ, സത്യം പറ, കുട്ടിയുടെ കാലിന് ശരിക്കും വേദനയുണ്ടോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ? ഒരു ഉദ്ദേശവും ഇല്ല, എനിക്ക് നല്ല വേദനയുണ്ട്. അയ്യോ പാവം. അപ്പ പിന്നെ സുമുഖം പറഞ്ഞ മരുന്ന് തന്നെയാ നല്ലത്. സുമുഖ കൊണ്ടുവാടാ. ഏത് കാലില വേദന? ഇപ്പൊ അങ്ങനെ വേദനയൊന്നുമല്ല, ചെറിയ വേദനയുള്ളൂ. അയ്യോ, ഈ ചെറിയ വേദനകളാ പിന്നീട് വലിയ വേദനകളായി മാറുന്ന അല്ലേ സുമുഖ? കസേരയിലോട്ട് പിടിച്ചിരുത്തും. ഇരിക്കുന്നേ, ഇരിക്ക സുരേന്ദ്രൻ, ഇരിക്കണേ അവിടെ. മൂവിട്ട് തിളപ്പിച്ച വെള്ളം, കാല് നീട്ടു. ആ സ്കെർട്ട് കുറച്ചങ്ങോട്ട് റേസ് ചെയ്യൂ. ഇത്രയും മതിയോ? നോക്കുന്നില്ല, മതിയെങ്കിൽ മതി. പെയിനുണ്ടോ? എടാ മതിയടാ, പോരാ പോരാ. ഈ വെള്ളം തണുക്കുന്നവരെ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടേയിരിക്കണം. ഇപ്പൊ ശരിയായി. എന്റെ ചേട്ട തടിച്ചപ്പോഴാ? അല്ല,
ഒന്ന് എഴുന്നേറ്റേ കാണട്ടെ. ഈ സുമുഖന് ആള് കൊള്ളാലോ. ഡോക്ടർ ആവേണ്ട ആളാ. സുഖിപ്പിക്കണ്ട കാല് ശരിയായല്ലോ, സ്ഥലം വിടാൻ നോക്ക്. ആദ്യം എന്റെ 25,000 രൂപ എടുക്കാം. ഹരി അതങ്ങ് കൊടുത്തേക്ക്. കൊടുക്കണോടാ? കൊടുക്കാൻ. ഇനി വേഗം പോവാൻ നോക്ക്. ഇന്നാ ഈ രാത്രി ഞാൻ എങ്ങോട്ട് പോവാനാ? അത് ശരിയാ, നാളെ രാവിലെ പോയാ മതി. ഹരി നീ മിണ്ടരുത്, ഇറങ്ങാനാ പറഞ്ഞത്. സൗകര്യമില്ല. എവളെ ഇന്ന് ഞാൻ വേണ്ടടാ, പാവല്ലേ അവള്. ഓ ഒരു സഹതാപം. എവളാരാ? നിന്റെ ഭാര്യയോ കാമുകിയോ? ആ അങ്ങനെ എങ്കി അങ്ങനെ. എന്നാലേ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൊറപ്പിച്ചോണം, ഇവിടെ പറ്റില്ല. അവക്ക് സമ്മതമാണെ അവളെ ഞാൻ കെട്ടും, ഇവിടെ പൊറുപ്പിക്കും.